നമ്മുടെ കുട്ടികൾ വളരെ വേഗം ആത്മവിശ്വാസമില്ലാത്തവരായി പോകുന്നതിൻ്റെ കാരണം എന്താണെന്ന് അറിയുമോ? കുട്ടികളുമായിട്ടുള്ള സംവാദത്തിനിടയിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നമ്മൾ ചെറുപ്പത്തിൽ കേട്ടു വളർന്ന ഒരു കഥയാണ്. ഒരിടത്തൊരിടത്തൊരു കുറുക്കനുണ്ടായിരുന്നു. ആ കുറുക്കന് വിശന്ന കുറുക്കൻ അങ്ങനെ ഒരു മുന്തിരി തോട്ടത്തിലെത്തി. പഴുത്ത മുന്തിരിക്കൊലകൾ, കുറുക്കൻ്റെ വായിൽ വെള്ളമൂറി 1 2 3 പറഞ്ഞ് ചാടി, കിട്ടിയില്ല. തോൽക്കാൻ മനസ്സില്ലാത്ത കുറുക്കൻ വീണ്ടും ചാടി, രണ്ടാമത്തെ ചാട്ടത്തിനും കിട്ടിയില്ല. തോറ്റുകൊടുക്കാൻ മനസ്സില്ലാതെ മൂന്നാമതും കുറുക്കൻ ചാടി, പക്ഷേ കുറുക്കൻ അത് കിട്ടിയില്ല. കുറുക്കൻ എന്തു പറഞ്ഞു? മൂട്ടിലെ പൊടി തട്ടിക്കളഞ്ഞിട്ട് പറഞ്ഞു, പുളിക്കുന്ന മുന്തിരിങ്ങ എനിക്ക് വേണ്ട. ഈ കഥ കേട്ട് വളരുന്ന നമ്മൾ പലപ്പോഴും ഒരു കാര്യത്തിന് വേണ്ടി എത്ര തവണ ശ്രമിക്കും? 3 തവണയെ നാം ശ്രമിക്കൂ. കാരണം ഈ കഥ നമ്മുടെ ഉള്ളിൽ ഉപബോധ മനസ്സിൽ പറ്റിച്ചേർന്നിരിക്കുന്നു. നമ്മൾ ഏത് കാര്യത്തിനും മലയാളികൾ പരമാവധി 3 തവണയും പരാജയപ്പെട്ടാൽ വീണ്ടും ശ്രമിക്കുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കുറവാണ്. എന്നാൽ ഇംഗ്ലീഷുകാരുടെ പ്രത്യേകത എന്താണ്? അവർ കേട്ടു വളർന്നത് റോബർട്ട് ബ്രൂസിന്റെ കഥയാണ്. യുദ്ധത്തിൽ തോറ്റ് ഒരു ഗുഹയിൽ അഭയം തേടിയ റോബർട്ട് ബ്രൂസ് 7 തവണയാണ് പരാജയപ്പെട്ടത്. ഇനി രക്ഷയില്ല എന്ന് കരുതി ആ ഗുഹയിൽ ഇരിക്കുമ്പോഴാണ് ഒരു ചിലന്തി വലപാകുന്നത് കണ്ടത്. 7 തവണയും പരാജയപ്പെട്ടിട്ടും യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ 8ാം തവണയും ചാടി ചിലന്തി വലപാകുന്നത് കണ്ട റോബർട്ട് ബ്രൂസ് വീണ്ടും തിരികെ തൻ്റെ സൈന്യവുമായി ചെന്ന് യുദ്ധം ചെയ്ത് തൻ്റെ രാജ്യം വീണ്ടെടുത്തു എന്നാണ് കഥ. ഈ കഥ കേട്ട് വളരുന്ന കുട്ടിയിൽ ആത്മവിശ്വാസവും വിജയം വരെ പരിശ്രമിക്കുവാനുള്ള ഉന്മേഷവും ഉത്സാഹവും അലിഞ്ഞു ചേരുമ്പോൾ കുറുക്കൻ്റെ കഥ കേട്ട് വളരുന്ന നമ്മുടെ ഉള്ളിൽ 3 തവണയിൽ കൂടുതൽ പരിശ്രമിക്കാനുള്ള അവസരം പോലും നമ്മുടെ കുട്ടികൾക്ക് ഇല്ലാതെയാകുന്നു എന്നതാണ് സത്യം. പ്രിയപ്പെട്ടവരെ, കൂടുതൽ ആത്മവിശ്വാസമുള്ളവരായി നമ്മുടെ മക്കളെ വളർത്താൻ കൂടുതൽ പോസിറ്റീവായ കഥകൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പകർന്നു നൽകാൻ നമുക്ക് ഏവർക്കും കഴിയട്ടെ. നിങ്ങൾക്കാർക്കെങ്കിലും ഹാർമണി പേരൻറ്റിങ്ങിനെ കുറിച്ച് കൂടുതലായി അറിയുവാനുള്ള താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഞാനുമായി ഒരു 1-to-1 സെഷന് ശ്രമിക്കാവുന്നതാണ്.